പി.വി. അൻവർ ഇനി എന്ത് ചെയ്യും? അദ്ദേഹം വന്നപ്പോൾ മുതൽക്ക് അത്യാവശ്യം ചട്ടമ്പിത്തരമൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാളാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് അത്ര തന്നെ ദൃശ്യമായിരുന്നില്ല. മാത്രമല്ല, ഈ ഭരണത്തിൻ്റെ പിന്തുണയുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി പോലെ വലിയൊരു സംവിധാനം പുറകിലുണ്ട് എന്നുള്ള ഒറ്റ ധൈര്യം ഇദ്ദേഹം ആളുകളെയൊക്കെ വെല്ലുവിളിക്കും. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മൂക്ക് ചെത്തിക്കളയും എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അദ്ദേഹം പറയുന്നത്, എന്നെ UDF എടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, 3 ചക്ക മുള്ളോടെ വിഴുങ്ങും എന്നൊക്കെയാണ്. UDF കാര്യങ്ങൾ അവർ തീരുമാനിക്കും. അത് തന്നെയാണ് VD സതീശനും പറഞ്ഞത്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അൻവറിനെ കൊണ്ടുവരണം, അൻവറിനെ താലോലിക്കണം, അൻവറിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കണം. അൻവർ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നമ്മൾ സഹിക്കും. നമ്മുടെ പുറവും അൻവറിൻ്റെ കൈയും എന്ന രീതിയിൽ മാത്രമേ UDF മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരായ ചില നേതാക്കന്മാർ. അത് UDF വലിയൊരു ഐശ്വര്യമാണ്. പി.വി. അൻവർ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അൻവർ തന്നെയും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ ഗുണകാംക്ഷികളുമായിട്ടുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ എന്ത് ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പി.വി. അൻവർ കേരള രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏറനാട് പുതുതായി രൂപീകൃതമായ ഒരു മണ്ഡലമാണ്. പുനർവിഭജനം കഴിഞ്ഞപ്പോൾ ഉണ്ടായ മണ്ഡലമാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ PK ബഷീറാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. ബഷീറിന് ഒരു എതിർ സ്ഥാനാർത്ഥിയായിട്ടാണ് പി.വി. അൻവർ രംഗപ്രവേശം ചെയ്യാൻ താല്പര്യപ്പെട്ടത്. അതിനുവേണ്ടി അദ്ദേഹം CPM-ലെ പല നേതാക്കന്മാരെ സ്വാധീനിക്കും, സാമാന്യമായിട്ട് കാശ് മുടക്കുകയും ചെയ്തു. പക്ഷേ ഈ അവസാനം മണ്ഡലം വീതം വെച്ച് വന്നപ്പോൾ അത് പുതിയതായി രൂപീകരിച്ച മണ്ഡലം എന്നുള്ള നിലയ്ക്ക് CPI-യുടെ അക്കൗണ്ടിലാണ് പോയത്. അപ്പോൾ ഇദ്ദേഹം പണം മുടക്കിയത് CPM-ലാണ്. CPI-യിലെ ചില നേതാക്കന്മാരെയും പുള്ളി കാണേണ്ട രീതിയിൽ കാണുകയും പുള്ളിക്ക് ആ സീറ്റ് അനുവദിക്കുന്നതിൻ്റെ അടുത്ത് വരെ എത്തുകയും ചെയ്തു. പക്ഷേ അന്ന് സംസ്ഥാന സെക്രട്ടറി സഖാവ് CK ചന്ദ്രപ്പനായതുകൊണ്ട് നടന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരാൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുകയില്ല, കാരണം ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്, കൊലക്കേസിൽ വരെ പ്രതിയായിരുന്ന ആളാണ്. അങ്ങനെ പങ്കില്ലനായ ഒരു വ്യക്തിക്ക് CPI-യുടെ സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ മറ്റൊരാൾക്ക് സീറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് അഡ്വാൻസ് കൈപ്പറ്റിയ ആളുകൾ, CPM-ൻ്റെ നേതാക്കളൊക്കെ അൻവറിന് വേണ്ടി പ്രവർത്തിക്കുക. അൻവർ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അൻവർ വെറൊരു സ്വതന്ത്രനായിരുന്നില്ല, അദ്ദേഹത്തിന് CPM-ൻ്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, വയനാട് മണ്ഡലത്തിൽ. അവിടെയും കുറേ വോട്ടൊക്കെ പിടിക്കാൻ പറ്റി, പക്ഷേ ജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത തവണയാണ് 2016 തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ആര്യാടൻ മുഹമ്മദിനെതിരായിട്ട് ആളുകളുടെ ഇടയിൽ പൊതുവേ ഒരു വിപ്രതിപത്തി ഉണ്ടായിരുന്നു. ആര്യാടൻ രംഗത്ത് നിന്ന് മാറിയ ശേഷം മകനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന കാരണത്താൽ അങ്ങനെ ആ ഒരു എതിരഭിപ്രായം. പിന്നെ ഷൗക്കത്ത് പുതിയ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് മുൻനിർത്തി ഇദ്ദേഹം അവിടെ വലിയൊരു ഓളം ഉണ്ടാക്കുകയും നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുകയും ചെയ്തു. അതിൽ തെറ്റൊന്നുമില്ല. ഇടതുപക്ഷ സ്വതന്ത്രന്മാരായി ജയിച്ചു വന്ന പല ആളുകളും പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യധാരയിൽ പ്രധാനപ്പെട്ട ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. TK ഹംസ അങ്ങനെ വന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് വിബലമായിട്ടാണ് ആദ്യം നിലമ്പൂരിൽ ജയിക്കുന്നത്. അതുപോലെ V. അബ്ദുറഹിമാൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നു. അബ്ദുറഹിമാനും കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം തിരൂർ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറായിരുന്ന ആളാണ്. രമേശ് ചെന്നിത്തലയുടെ ഒരു ഇറത്തായിരുന്ന ആളാണ്. പിന്നെ കോൺഗ്രസ്സിൽ എന്താ ഗുണമില്ലാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് മാറുകയും താനൂർ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ അബ്ദുറഹിമാൻ 2ാം തവണയെ തോൽപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ മുഖ്യധാരയിൽ വന്ന വേറെ ഒരുപാട് ആളുകളുണ്ട്. KT ജലീൽ അങ്ങനെ വന്നതാണ്, PTA റഹീം അങ്ങനെ വന്ന ആളാണ്, കാരാട്ട് റസാഖ് അങ്ങനെ വന്ന ആളാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു നമ്മുടെ അൻവർ. അദ്ദേഹം വന്നപ്പോൾ മുതൽക്ക് അത്യാവശ്യം ചട്ടമ്പിത്തരമൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാളാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് അത്ര തന്നെ ദൃശ്യമായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നല്ലപോലെ പണം ചെലവഴിച്ചാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി ശക്തനായിരുന്നു, VV പ്രകാശായിരുന്നു. എന്നാലും എല്ലാ വിധത്തിലുമുള്ള അടവുകൾ പയറ്റി ഇദ്ദേഹം പ്രകാശിനെ തോൽപ്പിച്ച് വീണ്ടും നിയമസഭയിൽ എത്തുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ചട്ടമ്പിത്തരവും ഗുണ്ടായുസവും മുമ്പത്തേക്കാളും വർദ്ധിച്ചു. അദ്ദേഹത്തിന് എന്തും ആരെക്കുറിച്ചും വിളിച്ചു പറയാം എന്നൊരവസ്ഥ വന്നു. മാത്രമല്ല, ഈ ഭരണത്തിൻ്റെ പിന്തുണയുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി പോലെ വലിയൊരു സംവിധാനം പുറകിലുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ഇദ്ദേഹം ആളുകളെയൊക്കെ വെല്ലുവിളിക്കുകയും അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മൂക്ക് ചെത്തിക്കളയും എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു കാരണവശാലും ഒരു പാർട്ടിയും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടിയുടെ നേതാവിനോ പ്രവർത്തകനോ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇദ്ദേഹം സ്വതന്ത്രൻ എന്ന മേൽവിലാസത്തിലായതുകൊണ്ടും സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ മാത്രമല്ല പോലീസിൻ്റെയും
പോലീസ് വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന ധൈര്യത്തിൽ വളരെയധികം ചട്ടമ്പിത്തരം കാണിച്ച ആളാണ്. അതിൻ്റെയൊക്കെ തിക്തഫലം കോൺഗ്രസ്സുകാരും ലീഗുകാരും മാത്രമല്ല നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ തടയണ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം മാത്രം നോക്കിയാൽ മതി. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ തടയണ പട്ടിക്കും പണ്ടേ ചരിത്രത്തിൻ്റെ ഭാഗമാവും. പക്ഷെ അൻവർ ആയതുകൊണ്ട് അത് ഇന്ന ദിവസം വരെയും തകർക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. പിന്നെ ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മരുമോനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് LDF വിട്ട് പുറത്തു വരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അല്പം സമീപനം കാണിച്ചാൽ മതിയായിരുന്നു. LDFിൽ തന്നെ നിന്നുകൊണ്ട് എതിർത്തല്ല അതിനൊരു ശോഭയുണ്ടായിരുന്നു. അതിന് വരെ പുറത്തിറങ്ങി വന്നു. അപ്പോഴും വേറെ പാർട്ടിയിൽ ചേരാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോയാൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. അതിന് വരെ ആദ്യം DMKയിൽ ചേരാൻ ശ്രമിച്ചു. അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിൽ പോയി ചേർന്നു. തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ അപ്പോഴും നിയമസഭാംഗത്വത്തിന് ഒരു ഭീഷണിയുണ്ടെങ്കിൽ പോലും CPMകാർ പരാതി കൊടുക്കുകയും സ്പീക്കർ തെളിവെടുക്കുകയും ഇദ്ദേഹം യഥാർത്ഥത്തിൽ കൂറുമാറ്റം നടത്തിയെന്ന് ബോധ്യപ്പെടുകയും ചെയ്താലേ അംഗത്വം നഷ്ടപ്പെടും. ഇനി അങ്ങനെ അംഗത്വം നഷ്ടപ്പെട്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടിയത്. ഇതൊന്നുമില്ലാതെ പുള്ളി സ്വയം രാജിവെക്കുകയും എന്നിട്ട് നിലമ്പൂർ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ്? കേരള ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലോ ലോക ചരിത്രത്തിൽ തന്നെ ഒരാൾ രാജിവെക്കുമ്പോൾ അയാളുടെ പിൻഗാമി ഇന്നയാളായിരിക്കുന്നത് പ്രഖ്യാപിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അത് സ്വന്തം പാർട്ടിയിലാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം. അദ്ദേഹത്തിന് അംഗത്വം ഇല്ലാത്ത ഒരു പാർട്ടിയിലും മുന്നണിയിലും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനുമല്ല വേറൊരു പാർട്ടിക്കാരനായ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച ചരിത്രം അൻവറിന് മാത്രമുള്ളതാണ്. ഏതായാലും കോൺഗ്രസ്സുകാർക്ക് അത് സ്വീകാര്യമായില്ല. സ്ഥാനാർത്ഥി മോശക്കാരനായൊന്നുമല്ല, അൻവർ പ്രഖ്യാപിച്ചു എന്ന കാരണത്താൽ. അങ്ങനെ ഒരു പുതിയ സ്ഥാനാർത്ഥി വരുന്നു. സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് തന്നെ എന്നാൽ ഇദ്ദേഹത്തിന് ഈ UDFിൽ ഒരു അക്കോമഡേഷൻ കിട്ടാനുള്ളൂ അത്യാവശ്യം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും പുള്ളിക്കെന്താ? അങ്ങനെ വിചാരിച്ചാൽ മതി. അതിന് പകരം ഞാൻ പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല, ഞാൻ പറയാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കി, സ്ഥാനാർത്ഥിയായ ആൾ എനിക്ക് സ്വീകാര്യനല്ല എന്ന് പറഞ്ഞ് ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രതിപക്ഷ നേതാവിനായിട്ട് നിരന്തരമായി ആക്ഷേപങ്ങളും അധിക്ഷേപവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വീരോചിതമായി മത്സരിച്ചു. ഏതാണ്ട് 20,000-ൽ താഴെ വോട്ട് കിട്ടി. ദയനീയമായിട്ട് തോറ്റു. കെട്ടിവെച്ച കാശ് പൊതുഖജനാവിലേക്ക് മുതൽക്കൂട്ടി. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്നെ UDFിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, 3 ചക്ക മുള്ളോടെ വിഴുങ്ങും എന്നൊക്കെയാണ്. ഇതൊക്കെ ഈ രാജ്യത്ത് കേട്ടാൽ ആളുകൾ പരിഹസിക്കല്ലാണ്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് 3 ചക്ക പോയിട്ട് ഒരു ആഞ്ഞിലി ചക്ക പോലും തിന്നാൻ പറ്റിയില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളിക്കും അറിയാം. പക്ഷേ വീരവാദത്തിന് ബെടായിക്ക് യാതൊരു കുറവില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള വായിത്താരി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബേപ്പൂര് മത്സരിക്കും എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ മരുമോനെ തോപ്പിക്കാൻ. എന്തിനും ബേപ്പൂര് മത്സരിക്കുന്നത്? അദ്ദേഹത്തിന് ധർമ്മടത്ത് പോയി മത്സരിച്ചൂടെ? അതിന് വല്ല തടസ്സമുണ്ട്? നമ്മൾ ആരെങ്കിലും തടസ്സം പറയും. പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പുള്ളി മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. UDFിലെ കാര്യങ്ങൾ അവർ തീരുമാനിക്കും. അത് തന്നെയാണ് VD സതീശനും പറഞ്ഞത്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ തുറന്ന വാതിൽ പുള്ളി ചവിട്ടി പൊളിച്ച ആളാണ്. ഇനി പുള്ളിക്ക് വാതിൽ തുറന്ന് വീണ്ടും കൊടുത്ത് ഇതിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് താല്പര്യമില്ല എന്നാണ് സതീശൻ പറഞ്ഞതിൻ്റെ വളരെ മലയാളത്തിലുള്ള അർത്ഥം. പക്ഷേ ചില ആളുകൾ കോൺഗ്രസ്സിലുണ്ട്, ലീഗിലുണ്ട്, മറ്റ് പാർട്ടികളിലുണ്ട്, മാധ്യമപ്രവർത്തകരിലുണ്ട് അൻവറിനെ കൊണ്ടുവരണം, അൻവറിനെ താലോലിക്കണം, അൻവറിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കണം. അൻവർ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നമ്മൾ സഹിക്കണം. നമ്മുടെ പുറവും അൻവറിൻ്റെ കൈയും എന്ന രീതിയിൽ മാത്രമേ UDFിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരായ ചില നേതാക്കന്മാർ. അത് UDFിൻ്റെ വലിയൊരു ഐശ്വര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളുകൊണ്ടാണ് UDF ഇങ്ങനെ ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. അപ്പോൾ അത് ലീഗിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്. പലരുടെ ആഗ്രഹം അൻവറിനെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ പോലും VD സതീശന് ഒരു പണി കൊടുക്കണം എന്നുള്ളതാണ്. ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന ചിന്താഗതിയാണ് ഇവരെ നയിക്കുന്നത്. അല്ലാണ്ട് അൻവറിനുള്ള സ്നേഹമൊന്നുമല്ല. VD സതീശൻ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പ്രബലനാകുന്നു, അയാളുടെ വാക്കുകൾക്ക് ജനം വില കൽപ്പിക്കുന്നു എന്നൊരു തോന്നൽ ഈ സ്ഥാനമോഹികളായ മറ്റ് കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്. ആ കോൺഗ്രസ്സുകാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ചില ലീഗുകാരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും അൻവറിന് ഇനി LDFിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. BJPയിലും അദ്ദേഹത്തെ എടുക്കാൻ സാധ്യതയില്ല. പിന്നെ പുള്ളിക്ക് ചെയ്യാവുന്നത് UDFുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അസോസിയേറ്റ് മെമ്പർ സ്ഥാനം വെച്ച് നീട്ടിയതാണ്, പുള്ളിയെ സ്വീകരിച്ചില്ല. അങ്ങനെ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കുക എന്ന അവസ്ഥയിലേക്ക് അൻവർ സാഹിബ് പോയിരിക്കുകയാണ്. പക്ഷേ അൻവറിന് വേണ്ടി ഛർദ്ദിക്കാൻ UDF തയ്യാറാണോ, കോൺഗ്രസ് തയ്യാറാണോ എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. കോൺഗ്രസ്സിൽ ബുദ്ധിയുള്ള തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
അൻവറിനെ ഒരു കാരണവശാലും മുന്നണിയിലോ പാർട്ടിയിലോ എടുക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇത് ഏതാനും ദിവസങ്ങൾക്കകത്ത് നമുക്ക് കൂടുതൽ വ്യക്തത കൈവരും എന്ന് വേണം വിചാരിക്കാം.